പടക്കുതിരയെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു പടക്കുതിര രാജ്മോഹൻ ഉണ്ണിത്താൻ, മറ്റൊരു പടക്കുതിര ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എം വി ബാലകൃഷ്ണൻ മാഷ്. മാഷേ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഇതിന്റെ ഒന്ന് എടുത്തു തന്നാൽ നന്നായിരിക്കും. റൈറ്റ്. അപ്പോ ഞങ്ങൾ കുറെ ദൂരം നടന്നു, ഫിഷ് മാർക്കറ്റ് കണ്ടു. രാവിലെ നല്ല തിരക്കാ ഫിഷ് മാർക്കറ്റിൽ. ഫിഷ് മാർക്കറ്റിൽ വന്ന് ഞങ്ങൾ ചോദിച്ചു ആർക്കാണ് സാധ്യത. അപ്പൊ നമുക്കൊരു അങ്ങോട്ട് നടന്നാലോ? അങ്ങോട്ട് കിടക്കാം അല്ലെ? ഇങ്ങോട്ട് കിടക്കാം. അപ്പൊ ഇങ്ങോട്ട് കിടക്കാം. അപ്പോ ഫിഷ് മാർക്കറ്റിൽ വന്നപ്പോ ആൾക്കാർ രണ്ട് അഭിപ്രായങ്ങൾ വന്നപ്പോഴേ പറഞ്ഞു. ഇവിടുത്തെ സിറ്റിംഗ് എം പിയെ കുറിച്ച് അവർക്ക് ചില താല്പര്യക്കുറവുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നു അങ്ങനെയല്ല, സിറ്റിംഗ് എം പി കൊള്ളാം എന്ന് പറയുന്നു. സ്വാഭാവികമാണ്. അപ്പൊ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് ഫിഷ് മാർക്കറ്റിൽ തന്നെ. എന്താ ആദ്യഘട്ട പ്രചരണത്തിന്റെ പകുതി എത്തുമ്പോ തോന്നുന്നു മാഷ്? എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്റെ എല്ലാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും അവർക്ക് വിജയാശംസകൾ ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മാഷിനോടൊപ്പം നമ്മൾ നേരത്തെ അമ്മയെ കണ്ടു. ഒരു മാഷ് SSLC പരീക്ഷയിലെ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ തരികയാണ്. മാഷെ, പണ്ട് കാലത്തെ SSLC പരീക്ഷ നടക്കുമ്പോഴേ നമുക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല കേട്ടോ. ഓക്കെ, മാഷായിട്ട് ചോദിക്കുക. അപ്പൊ നമുക്കൊക്കെ വലിയ ടെൻഷനാണ്. മാഷിന് ഓർമ്മയുണ്ടല്ലോ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പോകും, ഇല്ലെങ്കിൽ കുറെ നേരം സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ട് പോകും അല്ലെ? അങ്ങനെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ഇപ്പൊ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ആ സമ്മർദ്ദങ്ങളൊക്കെ മാറി, ഗ്രേഡിംഗ് ഒക്കെ വന്നപ്പോ. തീർച്ചയായും അല്ലെ? കുറച്ചുകൂടി ലിബറലായി. പിന്നെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോ എനിക്ക് അങ്ങനെ ഒരു വലിയ ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പരീക്ഷയിൽ നന്നായി പഠിച്ചിട്ടുണ്ട്, എഴുതുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഹെഡ് മാസ്റ്ററായിരുന്നു, അധ്യാപകനായി ഹെഡ് മാസ്റ്ററായി. അപ്പൊ എന്റെ കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോ അവരൊക്കെ ഞാൻ വിളിച്ച് ഒരു വേവലാതിയും വേണ്ട, ഒരു ഉത്കണ്ഠയും ഉണ്ടാകണ്ട, നന്നായി പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ കയറി ഇരുന്നങ്ങ് എഴുതിക്കോന്ന് പറയും. ഇനി ഒരു മാഷ് മാഷ SSLC പരീക്ഷ പേപ്പർ നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പേപ്പർ നോക്കിയിട്ടുണ്ടോ മാഷ? UP ആയിരുന്നു, ഹൈസ്കൂളായിരുന്നു? UP സ്കൂളിലെ മാഷായിരുന്നു. അപ്പൊ ഈ സാധാരണ പേപ്പറൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ പറയും അതിനകത്ത് ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിക്കണം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ. ഉത്തരത്തിന്റെ അടിയിൽ എഴുതണം, വരച്ചു വെക്കണം അല്ലേ? അങ്ങനെയൊക്കെ പറയും അല്ലേ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. കുട്ടികള് ഞാൻ പറയും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഭംഗിയായി അതിനകത്ത് എഴുതി വെക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എഴുതിയാൽ ശരിയാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ കുട്ടികൾക്ക് നൽകും. മാഷിന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ നന്നായി പരീക്ഷ എഴുതിക്കോളൂ. മാഷ് ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരീക്ഷ എഴുതിയാൽ മതി, പക്ഷെ മാഷിന് അങ്ങനെ പോരാ. മാഷിന് ഉള്ള ഒരു പരീക്ഷയിലുള്ള വിദ്യാർത്ഥി തന്നേക്കാൾ മികച്ചയാളല്ല എന്ന് തെളിയിക്കണം. അദ്ദേഹത്തെക്കാൾ മികച്ചയാളാണ് താനെന്ന് തെളിയിക്കണം അല്ലേ? ഞാൻ എഴുതിയ എല്ലാ പരീക്ഷയിലും മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരാളാണ്. ഈ പരീക്ഷയിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ വിജയിക്കും. ഈ പരീക്ഷയിലെ ഏറ്റവും ടഫായ ചോദ്യം എന്തായിരിക്കും മാഷെ? നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യം എന്തായിരിക്കും? ഞാൻ ചോദിക്കട്ടെ? അപ്പോ തൊട്ടു മുമ്പ് ഞങ്ങളൊരു അമ്മയെ കണ്ടു. ആ അമ്മ പറഞ്ഞു 7 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്, കുടിശ്ശികയാണ്, പ്രഷറിനും ഷുഗറിനും ഗുളിക വാങ്ങണം, പൈസയില്ല. അപ്പൊ പൈസ ഇല്ലാത്ത അമ്മയുടെ മുമ്പിലേക്ക് ബാലകൃഷ്ണൻ മാഷ് ചെല്ലുമ്പോ അവർക്കൊരു വിഷമം ഉണ്ടാവില്ലേ? തീർച്ചയായും. അപ്പൊ മാഷ് എങ്ങനെ ഇവരെ നേരിടും? ഞാൻ അവരോട് പറയും, ശങ്കരി അമ്മ എന്ന് പറയുന്നത് സാധാരണ അമ്മയാണേ. അവര് കാര്യം ശരിയാണ്, അവർ പറയുന്നത് ഞാൻ അനുവദിച്ചു കൊടുക്കും, ശരിയാണെന്ന് പറയും. അതോടൊപ്പം ഞാൻ അവരോട് പറയും, എന്തുകൊണ്ടാണ് ഈ അമ്മക്ക് 7 മാസമായി പെൻഷൻ കിട്ടാത്തത്, 7 മാസത്തിന് മുമ്പ് എന്തുകൊണ്ട് അമ്മക്ക് കൃത്യമായി പെൻഷൻ കിട്ടി, അതിന്റെ കാര്യകാരണം ഞാൻ അമ്മയോട് വിശദീകരിക്കും. അമ്മേ, ഇത് LDF ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്, BJP അല്ല. BJP കേന്ദ്രം ഭരിക്കുന്നു. നമുക്ക് കടമെടുക്കാൻ പോലും BJP നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മൾ സാധാരണ നിങ്ങൾക്കൊക്കെ പെൻഷൻ തരുന്നത് കടമെടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ തരുന്നത്. ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ വികസനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ കടമെടുത്ത് തരികയാണ്. കടമെടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം. സംസ്ഥാന ഗവൺമെന്റിനെ കടമെടുത്ത് ഞങ്ങളുടെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് ഞങ്ങൾ കൊടുക്കും. പക്ഷേ നിങ്ങൾക്കത് അനുവദിക്കില്ല, കാരണം രാഷ്ട്രീയമാണ്, തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം കാണിക്കുന്ന ഈ സാമ്പത്തിക അവഗണനക്കെതിരായി കൂടി ഈ അമ്മയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകുമെന്നാണ് പറയാം. ഓക്കെ മാഷെ, ഞാൻ ഒരു വാർത്തയുണ്ട് പ്രേക്ഷകരിലേക്ക്. മാഷ് വളരെ വൃത്തിയായിട്ട് അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ UP സ്കൂളിലെ കുട്ടികളോട് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞാൻ വരാം മാഷെ. ഇത് തന്നെ ആയിരിക്കില്ലേ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യം? ഇതുണ്ട്, അത്ര ടഫല്ല. ഇത് ഞങ്ങൾ ഇവിടെയുള്ള ഈ പെൻഷൻ വാങ്ങിക്കുന്ന ഞങ്ങളുടെ അമ്മൂമ്മമാരോട്, അപ്പൂപ്പന്മാരോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഇരുന്ന് ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കും. അവർക്ക് ബോധ്യമാണ്. ഈ ആനയെ തളയ്ക്കുന്ന ദൃശ്യങ്ങളാണല്ലോ കണ്ടത്. കുട്ടിക്കാലത്ത് ആനയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ധാരാളം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പൊ ഇതൊരു നാട്ടാനയാണ്. ഈ കാട്ടാന അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, മനുഷ്യരുണ്ടാക്കുന്ന വിഭജനമാണല്ലോ കാട്ടാന, നാട്ടാന. അപ്പൊ ആനയെ തളച്ചു. ഇനി MV ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താനെ തളയ്ക്കുമോ എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി
LDFന്റെ സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിൽ എല്ലാ എതിരാളികളെയും തളച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമാണ് ഒരു അക്ഷരത്തെറ്റ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ആ അക്ഷരത്തെറ്റ് തിരുത്തി വീണ്ടും LDFന്റെ കൈകളിലേക്ക് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കും. താങ്ക് യു മാഷെ. അപ്പോ മാഷ് വളരെ വൃത്തിയായി കാര്യങ്ങൾ ഈ കുട്ടികളോട് പറയുന്നത് പോലെ തന്നെ പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ അറിയാം. അപ്പൊ പരീക്ഷാ പേപ്പറിൽ സാധാരണ ഡിസ്റ്റിങ്ഷൻ ആണോ വാങ്ങാറ്? 10ാം ക്ലാസ്സിൽ ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ്. 90-95 മാർക്കൊക്കെ 90% മുകളിൽ കിട്ടുന്നതാണ്. പഠിപ്പിസ്റ്റായിരുന്നു. ഞാൻ നന്നായി പഠിക്കുന്നതാണ് എന്റെ അധ്യാപകരും എന്നെ അനുവദിച്ചത്. അപ്പൊ ഈ പരീക്ഷയിലും നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ കഴിയട്ടെ. എനിക്ക് നല്ല എന്തെങ്കിലും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലൊരു ചോദ്യം ഞാൻ പറഞ്ഞു, ഒരു ക്ലൂ ഞാൻ തന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ജനങ്ങൾ മറുപടി കൊടുക്കും. ശരി, താങ്ക് യു മാഷ്. താങ്ക് യു. അപ്പോ മാഷ് ചാനലിന് എല്ലാവിധ ആശംസകളും മാഷിനും തിരിച്ചു. തീർച്ചയായും. താങ്ക് യു. അപ്പോ നമുക്കിനി